ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുവർണ. രക്തദാനം എന്നത് മാനവികതയുടെ അടയാളവും മഹത്തായ ജനസേവനവുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച രക്തദാതാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്തദാനത്തിന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. പാലാ മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ N. പ്രിയ, മുനിസിപ്പൽ കൌൺസിലർ ബിജി ജോജോ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു, പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ്, പാലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ TR ബിജു എന്നിവർ സംസാരിച്ചു. വായന മാസാചരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. കഞ്ഞിക്കുഴി മൌണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെ ഉയർന്ന തലത്തിൽ എത്തിച്ചത് PN പണിക്കർ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനൌപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന നിലയിൽ ഗ്രന്ഥശാലകൾ കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ചരിത്രപരമായ നേതൃത്വമാണ് നൽകിയത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അധ്യക്ഷത വഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശം എക്കാലത്തും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാകൃത്ത് K. രേഖ വായനദിന സന്ദേശം നൽകി. ജാതിമത ഭേദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും സാംസ്കാരികമായി ഉയരാനും കേരള സമൂഹത്തിന് കഴിഞ്ഞതിനു പിന്നിൽ വായനയിലൂടെ സ്വാംശീകരിച്ച മൂല്യങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G. അലക്സാണ്ടർ വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനമായ ദേശീയ സെൻസസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സംസ്ഥാന മുൻ സെൻസസ് ഡയറക്ടർ ഷീല തോമസ് നിർദ്ദേശിച്ചു. സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥിതിവിവര ശേഖരണമായ സെൻസസിൽ നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതമാണ്. മുൻകാലത്ത് ഉദ്യോഗസ്ഥരെയും സർക്കാർ സംവിധാനങ്ങളെയും മാത്രം ആശ്രയിച്ച് നടത്തിയിരുന്ന സെൻസസ് നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ഇപ്പോൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം വിവരങ്ങൾ നൽകുന്ന സെൽഫ് എന്യൂമറേഷന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം, ഷീല തോമസ് പറഞ്ഞു. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഷീല തോമസ് ജില്ലാ സെൻസസ് ഓഫീസറായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണിയുടെയും മറ്റു സെൻസസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തിയത്. സംസ്ഥാന സെൻസസ് ഡയറക്ടറുടെ ഉപഹാരം ADM കൈമാറി. അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർ PA അമാനത്ത്, മാസ്റ്റർ ട്രെയിനർ M. അരുൺ, സെൻസസ് ചാർജ് ഓഫീസർ വൈക്കം തഹസിൽദാർ PR അഭിലാഷ്, സെൻസസ് ഡയറക്ടറേറ്റ് പ്രതിനിധി CT സാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 11 അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ വെച്ച് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസും ഭക്ഷ്യസുരക്ഷാ ക്വിസും നടത്തി. ക്വിസ് മത്സരത്തിൽ അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് 1ാം സ്ഥാനവും ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് 2ാം സ്ഥാനവും നേടി. ഭക്ഷ്യ സംരംഭകർക്കായി സെമിനാറും നടത്തി. ജൂൺ 12 കോട്ടയം കാരിത്താസിൽ നിന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാരും അണിനിരന്ന വാക്കത്തൺ കോട്ടയം DYSP KS അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ AA അനസ്, കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സൈജു പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോട്ടയം താലൂക്ക് ഓഫീസും BCM കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ദേശീയ സെൻസസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. BCM കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി തിരുനക്കര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.